നമസ്കാരം രണ്ടുപേർക്കും. നമസ്കാരം. വിഷുക്കണിയൊക്കെ കണ്ടോ? ഓ കണ്ടു കണ്ടു. ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. രണ്ടുപേർക്കും വിഷുദിന ആശംസകൾ. ഓക്കെ താങ്ക് യു. കോടിയാണോ അങ്ങോട്ടും നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. രണ്ടുപേരും പച്ച പച്ച മാച്ചിങ്. ഫ്രണ്ട്സ് ആണോ കൂട്ടുകാരികളാണോ നിങ്ങൾ? പിന്നെ ഞങ്ങൾ കൂട്ടുകാരികളാണ്. 36 വർഷത്തെ പഴക്കമുള്ളതാ. 36 വർഷമായ സൗഹൃദ ബന്ധമാണല്ലേ? നല്ലതുണ്ട്. നല്ലത്. ഞങ്ങള് വരുമ്പേ നിങ്ങൾ രണ്ടുപേരും റേഡിയോ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നോ? അതെ അതെ. ഡെയിലി എപ്പോഴും കേൾക്കാറുണ്ടോ? എങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടം? മലയാള പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. മെലഡി ആണോ അതോ മറ്റേ മലയാളം പഴയത്? അമ്മയുടെ പേരെന്താ? എന്റെയോ? പ്രേമ. ഇത്രയും നേരം സംസാരിച്ചു, പക്ഷെ നമ്മള് പേര് ചോദിക്കുന്നില്ല. അമ്മയുടെ പേരെന്താ? വെറൈറ്റി പേരാണ്. വെറൈറ്റി പേരാണ്. പ്രേമമ്മ എത്ര കാലം ഇവിടെ വന്നിട്ട്? 36 വർഷമായി. 36 വർഷം. കാഴ്ചക്ക് എന്തെങ്കിലും? കാഴ്ചക്ക് കുറവുണ്ട്. കാരണം 3.5 വയസ്സിൽ വീണു. 4 വയസ്സിൽ ഹോസ്പിറ്റലിൽ കിടന്നു. തലച്ചോറ് പഴുപ്പേറ്റതാ. അങ്ങനെ കാഴ്ച പോയതാ. ഇനി അമ്മ പറയാം, അമ്മ എപ്പോഴാണ് വന്നത്? ഞാൻ 1969. ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. ആണല്ലേ? എന്റെ അമ്മ മരിച്ച ശേഷം ഞാൻ എന്റെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പം ഇവിടുത്തെ പ്രസിഡന്റ് ഞങ്ങളുടെ ബന്ധമുള്ള ആളായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മാന്റെ ഭാര്യയായിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ടുവരാൻ ഒരുങ്ങി. ഞാനിങ്ങനെ പോരാൻ ഒരുങ്ങി. അപ്പൊ സ്ഥാപനം എന്ന് കേട്ടപ്പം പല തൊഴിലും പഠിക്കാം എന്നുള്ള ആഗ്രഹത്തില് പോന്നു. അത് ശരി. പലതും ഞാൻ പഠിച്ചു. കേട്ടായിരുന്നു ഇവിടുത്തെ കുട്ടികളെ സ്കൂളിലേക്ക് പോകുമ്പോ റെഡിയാക്കുന്നത് അമ്മയാണ്. അത് മാത്രല്ല ഗോപു, അമ്മയ്ക്ക് വേറെ കുറച്ച് കഴിവുകളുണ്ടെന്ന് കേട്ടു. ഈ പൂക്കളൊക്കെ ഉണ്ടാക്കിയത് ആരാ? ഞാൻ ആണല്ലേ? ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ അമ്മ? ഉണ്ട്. ഇതെങ്ങനെ പഠിച്ചു? സ്വയം പഠിച്ചതാണോ അതോ? അത് റോസ് പോയിരിക്കുന്നത് ഞാൻ പിന്നെ പറവൂര് ചൈതന്യ പോയി ചികിത്സക്ക് കിടന്ന്. അപ്പൊ ഒരു നേഴ്സ് ഇരുന്ന് ചെയ്യുന്ന ഞാൻ കണ്ടു പഠിച്ചു. അത് 84-ലായിരുന്നു. അത് പിന്നെ അത് ഒത്തിരി ചെലവാകുമായിരുന്നു. ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി ഒത്തിരി ചെലവാകുമായിരുന്നു. പിന്നെ ഇത് ഞാൻ സ്വയം പഠിച്ചത്. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? അതെ, പഠിപ്പിക്കും. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ അമ്മ ചെയ്യാ? മിഷനെ തയ്ക്കുമായിരുന്നു. മിഷനെ ഞാൻ തന്നെ ഈ മുറിയിൽ ഈ ബ്ലൗസ് ഒക്കെ അമ്മ എന്നെ അമ്മയുടെ അത് വേറെയാ. അതിപ്പോ കുറച്ചാളായിട്ട് തയ്ക്കുന്നില്ല. മിഷനെ തയ്ക്കുമ്പോ ഇവിടത്തേക്കും തയ്ക്കുമായിരുന്നു, പിള്ളേർക്കും തയ്ക്കുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ തയ്ച്ചു തരുമായിരുന്നു. അവിടെയും ബ്ലൗസ് ഒക്കെ തയ്ച്ചു. ഞാൻ പഠിപ്പിച്ച പിള്ളേര് ഞാനും കൂടിയായിരുന്നു തയ്ച്ചിരുന്നത്. ഇത് ഞങ്ങളുടെ ഒരു വിഷുക്കൈ നീട്ടം. ഹാപ്പി വിഷു. താങ്ക് യു. ഇതാവാ, വാങ്ങിച്ചോളൂ. താങ്ക് യു. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയൊക്കെ ഉണ്ടാവുന്ന നല്ലൊരു വിഷുക്കാലം. ആരോഗ്യത്തോടെ ഇനിയും കുറെ കാലം ഇരിക്കണം, സന്തോഷത്തോടെ. എല്ലാവരും നമ്മൾ ഒരുമിച്ച് സദ്യ കഴിക്കും. അപ്പൊ അമ്മമാരെ ഈ ചിരിച്ച മുഖം എന്നുണ്ടാവണം. പായസമൊക്കെ അല്ലേ? നല്ല പായസമൊക്കെ കുടിച്ച് നമുക്ക് സദ്യ ഒരുമിച്ചിരുന്ന് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ പോവുകയാണ്. നമുക്ക് സദ്യ കഴിക്കുമ്പോ കാണാം. അപ്പൊ അമ്മ പാട്ട് കേൾക്കട്ടെ അല്ലേ? ബൈ ബൈ. ബൈ ബൈ.